മാന്യ ശ്രോതാക്കൾക്ക് വന്ദനം. മൊറിയ ഗോസ്പൽ മിഷൻ്റെ പുതിയ ഒരു സന്ദേശത്തിലേക്ക് ദൈവനാമത്തിലേവരെയും സ്വാഗതം ചെയ്യട്ടെ. വിശുദ്ധ ബൈബിളിൽ ആദ്യവസാനം വരെ നിറഞ്ഞു നിൽക്കുന്ന ദൈവിക ദാനമാണ് അനുഗ്രഹം. വേദപുസ്തകത്തിലെ 15 ഉടമ്പടികളിലും നിറഞ്ഞു നിൽക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണ്. അനുഗ്രഹിക്കുന്ന ദൈവത്തെയാണ് വേദപുസ്തകം നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ദൈവം തൻ്റെ മക്കൾക്ക് നൽകുന്ന നല്ല ദാനങ്ങളെയാണ് അനുഗ്രഹമെന്ന് ബൈബിൾ വിശേഷിപ്പിക്കുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 11-ാം വാക്യത്തിൽ യേശു ഇപ്രകാരം പറയുന്നു: ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. ലൂക്കോസ് 15:26 മക്കളുടെ അവകാശമാണ് അപ്പമെന്നും യേശു പറഞ്ഞു. എല്ലാ നല്ല ദാനങ്ങളുടെയും ഉറവിടമായ സ്വർഗീയ പിതാവ് തൻ്റെ മക്കൾക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഏറ്റവും നല്ലത് നൽകുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ആവർത്തന പുസ്തകം 11-ാം അധ്യായം 26-ാം വാക്യത്തിൽ ദൈവം പറയുന്നു: ഇതാ ഞാൻ ഇന്ന് അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു. ഒരു തെരഞ്ഞെടുപ്പ് മനുഷ്യന് മുമ്പിലുണ്ട്. അനുഗ്രഹമോ ശാപമോ ഏത് തിരഞ്ഞെടുക്കുമെന്നുള്ളതാണത്. അനുഗ്രഹിക്കുവാനും ശപിക്കുവാനുള്ള ആത്യന്തിക അധികാരം ദൈവത്തിനുള്ളതാണ്. ആദിമ നിവാസികളുടെ പാപത്തിൻ്റെ ഫലമായി ശാപഗ്രസ്തമായി തീർന്ന ഭൂമിയെ ദൈവം അനുഗ്രഹിച്ച് ഫലസമൃദ്ധിയുള്ളതാക്കുകയും പകലും രാത്രിയും പ്രകാശപൂരിതമാകേണ്ടതിന് വെളിച്ചങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്തു. ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നുപോകുകയുമില്ല എന്ന് ദൈവം നീതിമാനായ നോഹയോട് ഉടമ്പടി ചെയ്തു. ഭൂമിയിലെ ഏദൻ പർദീസയിൽ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം അവനെ സന്താനപുഷ്ടിയുള്ളവരായി വർദ്ധിച്ച് ഭൂമി മുഴുവൻ നിറയുവാൻ അനുഗ്രഹിച്ചു. മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ ആദ്യത്തെ ഉടമ്പടിയിൽ വർദ്ധിച്ചു വരികുവാനും സകലത്തിന്മേലും വാഴുവാനുമുള്ള അധികാരമാണ് നൽകപ്പെട്ടത്. മനുഷ്യവർഗത്തെ ഉന്മൂലമാക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിപരീത ശക്തിയുടെ സാന്നിധ്യം ഉണ്ട് എന്നതുകൊണ്ടാണ് ദൈവം അങ്ങനെ ചെയ്തത്. മനുഷ്യന്റെ ചരിത്രം ആരംഭിക്കുന്നത് തന്നെ വർദ്ധിച്ചു പെരുകുവാനുള്ള അനുഗ്രഹവും ഇല്ലാതാക്കുവാനുള്ള മരണത്തിന്റെ ശാപശക്തിയും തമ്മിലുള്ള പോരാട്ടത്തിന്റെ യുദ്ധഭൂമിയിലായിരുന്നു. അനുഗ്രഹവുമായി ജീവിതം ആരംഭിച്ച ആദ്യത്തെ ദമ്പതികൾ പിന്നിൽ പതിയിരിക്കുന്ന മരണത്തിന്റെ ശാപത്തെപ്പറ്റി ബോധ്യമുള്ളവരായിരുന്നില്ല. പാപത്തിന്റെ ഫലമായി അനുഗ്രഹം നഷ്ടപ്പെട്ട ആദമിനും ഹൗവയ്ക്കും മരണശിക്ഷ ലഭിച്ചു. അവരുടെ ആദ്യത്തെ 2 മക്കളിൽ ഒരാൾ കൊല്ലപ്പെട്ടു. വർധന എന്ന അനുഗ്രഹത്തിനെതിരായ സാത്താന്യ തന്ത്രങ്ങൾ ആദ്യ തലമുറയിൽ തന്നെ ഫലം കണ്ടു. മനുഷ്യൻ 500-ാമത്തെ വയസ്സിലും മക്കളെ ജനിപ്പിക്കുന്നുവെന്ന് കണ്ട സാത്താൻ ഒരു തലമുറയെ ആകെ പാപത്താൽ മലിനമാക്കി ദൈവിക ശിക്ഷാവിധിയുടെ പ്രളയം ഭൂമിയിൽ വിളിച്ചു വരുത്തി. ആ തലമുറയിൽ നീതിമാനായ നോഹയും കുടുംബവും മാത്രം അവശേഷിച്ചു. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ മനുഷ്യർ വീണ്ടും പെരുകി ഭൂമിയിൽ നിറയുവാനിടയായി. പിന്നീട് വർധനവിൻ്റെ ചരിത്രം തുടരുന്നത് തനിക്ക് വേണ്ടി ഒരു ജാതിയെ സൃഷ്ടിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത 75-ാമത്തെ വയസ്സിലും മക്കളില്ലാതിരുന്ന അബ്രഹാമിലൂടെയാണ്. ദൈവം തനിക്ക് വേണ്ടി സൃഷ്ടിച്ച ജാതിയുടെ ചരിത്രവും വർധനവിൻ്റെ അനുഗ്രഹത്തിൻ്റെതായിരുന്നു. മിസ്രൈമിലെ അടിമത്തത്തിൻ്റെ കഠിനമായ കാലഘട്ടത്തിലും അബ്രഹാമിൻ്റെ മക്കൾ തങ്ങളുടെ ശത്രുക്കളിൽ ഭീതി ഉളവാക്കത്തക്ക വിധം വർദ്ധിച്ചു പെരുകി. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവിക വാഗ്ദത്തത്തിന് പ്രവർത്തിക്കുവാൻ തടസ്സമില്ല എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു അത്. പിന്നീട് ഇസ്രായേൽ വിവിധ ഗോത്രങ്ങളായി വർദ്ധിച്ചു പെരുകുവാനിടയായി. ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും അവരുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ആ ജാതി വ്യാപിച്ചു. പുതിയ നിയമ ഇസ്രായേലായ സഭയുടെ വളർച്ചയും വർധനവിൻ്റെ അനുഗ്രഹം തന്നെ.
2000 വർഷങ്ങൾക്ക് മുൻപ് യേശു തിരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാരിൽ ആരംഭിച്ച സഭ ഇന്ന് ലോക ജനസംഖ്യയിൽ 1/3 എന്ന നിലയിലെത്തി. കഠിനമായ പീഡനങ്ങളിലൂടെയാണ് പുതിയ നിയമസഭ റോമൻ സാമ്രാജ്യത്തിൽ അതിൻ്റെ ശൈശവ ദശ ആരംഭിച്ചത്. റോമൻ സാമ്രാജ്യവും സംഘടിത യഹൂദമതവും സർവശക്തിയും ഉപയോഗിച്ച് സഭയുടെ വളർച്ചയെ തടയുവാൻ ശ്രമിച്ചെങ്കിലും ലോകത്തിലെ എല്ലാ ഭൂപ്രദേശങ്ങളിലേക്കും വ്യാപിച്ച സഭയുടെ മുന്നേറ്റം തടയുവാൻ ശത്രുവിന് കഴിഞ്ഞില്ല. ഇന്നും സഭയെ പ്രതിരോധിക്കുവാൻ ശ്രമിക്കുന്ന ലോകശക്തികളെ അതിശയിപ്പിച്ചുകൊണ്ട് സഭ വളരുന്നു. വന്ധ്യതയും ഊഷരതയും ദൈവശക്തിക്ക് മുമ്പിൽ വഴിമാറും. പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുമ്പോൾ മരുഭൂമിയും മലർവാടിയാകും. ശീമോന്റെ പടകിനെ നിറച്ചതും കാനാവിലെ വിരുന്നു വീട്ടിൽ വീഞ്ഞിന്റെ സമൃദ്ധി ഉണ്ടായതും മരുഭൂമിയിൽ 5000 പുരുഷാരം അപ്പം ഭക്ഷിച്ച് തൃപ്തരായതും കർത്താവിൻ്റെ അനുഗ്രഹിക്കുന്ന അത്ഭുതകരങ്ങളാലാണ്. വ്യസനപുത്രനായ എബേസിന്റെ അതിരുകളെ വിശാലമാക്കിയ ദൈവം തൻ്റെ ജനത്തിൻ്റെ ഇല്ലായ്മകളെ നികത്തുവാൻ മതിയായവനാണ്. അനുഗ്രഹിക്കുന്നവനാണ് ദൈവം. അവിടുന്ന് നമ്മുടെ ഇല്ലായ്മകളെ പരിഹരിക്കും. നമ്മുടെ വിശ്വാസത്തിന് ഭംഗം വരാത്ത എല്ലാ വർധനവിലും ദൈവം സംപ്രീതനാണ്. തൻ്റെ ജനം ശൂന്യതയിലും ഞെരുക്കത്തിലും നിന്ന വഹിക്കുന്നത് നിസ്സംഗതയോടെ നോക്കി നിൽക്കാൻ മാത്രം അനീതിയുള്ളവനല്ല ദൈവം. ഭവനത്തിലെ ശൂന്യതയോ സഭയുടെ മുരടിപ്പോ എന്തുമാകട്ടെ, വിശ്വാസത്തോടെ കൽപ്പിച്ചാൽ ഏതു മലയും അപ്രത്യക്ഷമാകും. അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ കരം നമ്മോടൊപ്പം പ്രവർത്തിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ നൽകുവാൻ അറിയുന്നുവെങ്കിൽ തന്നോട് യാചിക്കുന്നവർക്ക് പിതാവ് എത്രയധികം നന്മ നൽകും. പിശാച് നമ്മെ തോൽപ്പിക്കുവാനിടയാകരുത്. നമുക്ക് വേണ്ടത് നൽകിത്തരുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ എന്ന് ദൈവം ചോദിക്കുന്നു. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും തീർത്തു തരുമെന്ന് വിശുദ്ധ പൗലോസും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ അത്ഭുതകരം നമ്മുടെ ജീവിതത്തിലെ വർധനവിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. എവിടെയാണോ കുറവ്, എവിടെയാണോ ഇല്ലായ്മകൾ, എവിടെയാണോ പോരായ്മകൾ, അത് നികത്തുന്ന അനുഗ്രഹീതനായ ദൈവം, അനുഗ്രഹിക്കുന്ന ദൈവം, അതേത്രേ വിശുദ്ധ ബൈബിൾ നമുക്ക് വെളിപ്പെടുത്തുന്ന സത്യദൈവം. മാറാനാഥ.